ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു സെൻറ്റഡ് റോസാണ്. നിറയെ എന്താ പറയുക അടുക്കുകളുള്ളൊരു സെൻറ്റഡ് റോസ് വെറൈറ്റി ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതെ, ഇത് നമ്മുടെ ഒരു ക്രീപ്പറാണ് കേട്ടോ. ഒരു പിങ്ക് ക്രീപ്പറാണ്. അത്യാവശ്യം വലിയ പൂക്കളാണ് ഇതിനുണ്ടാവും. ഇതിൻ്റെ വേറൊരു ഫ്ലവർ ഉണ്ട്, അത് ഞാൻ വീഡിയോ തന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെയുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് റോസാണ്. ഇംഗ്ലീഷ് റോസിൻ്റെ അടിപൊളി തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലൈംബർ വെറൈറ്റിയാണ്. നമ്മൾ അധികം അങ്ങനെ കാണാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡ്, ബേബി പിങ്കും സെൻറ്റർ പോർഷനിലായിട്ടൊരു ഡാർക്ക് പീച്ച് പോലത്തെ ഒരു കളർ വരുന്നതാണ്. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത് ചിലപ്പോൾ ബഞ്ചായിട്ട് പൂക്കും, ചിലപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ്. അടിപൊളിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം ഒരു 10 തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 10 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാനിപ്പോൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് അപ്പോൾ ആദ്യം കാണിച്ചത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ചെറിയ ഫ്ലവറിങ് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു മുമ്പ്. അപ്പോൾ നിറയെ ഇങ്ങനെ എന്താ പൂക്കളും മുട്ടുകളൊക്കെ വരും. വലിയ പൂക്കളാണ്, നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ആ സൈഡും അകത്തും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഓൺ റൂട്ടഡ് ആണ്. നമുക്കിത് കമ്പ് വെച്ച് തൈകളാക്കി എടുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് റോസൊക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പ്ലാനിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ടിടുക. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ മേടിക്കാനായിട്ട് പറ്റും. 10 പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ച പിങ്ക് ഏകദേശം ഒരു 5 പേർക്ക് തരാനുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ഇവിടെ 2 ദിവസമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഓരോന്നിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയ പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ ടൈഗർ റോസാണ്. സെൻറ്റിമെൻ്റൽ ടൈഗറാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. നല്ല ഫ്രാഗ്രൻസ് ആണ്. ഒരു പിങ്കും മജന്ത വൈറ്റ്, പിങ്ക് വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂവിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. അത്യാവശ്യം വലിയ പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സാണ്. നല്ല ഫ്രാഗ്രൻസ്, ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് കൂടെ തരുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഡബിൾ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. അടിപൊളി വെറൈറ്റിയാണ്. ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വലിയ പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ബേറാപ്പിളായിരുന്നു. കഴിഞ്ഞ വട്ടം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേറാപ്പിളാണ്. ബേറാപ്പിളിൻ്റെത് നമ്മുടെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2 പ്ലാന്റ്സ് ആണുള്ളത് കേട്ടോ. അതായത് റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ട് അതിൽ നിന്ന് കായ്കളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ്. 2ഉം നിങ്ങൾക്ക് ഒരുമിച്ച് സ്വന്തമാക്കാൻ പറ്റും. 2 ടൈപ്പും ഒരുമിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു അവസരമാണിപ്പോൾ. അത്യാവശ്യമുള്ള കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയ തൈകളാണ് നമ്മളിപ്രാവശ്യം സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 2ഉം കൂടെ നമ്മൾ കോംബോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. കോംബോ ആയിട്ടാണ് ഇത്. ഇതൊക്കെ വേണമെന്നുള്ളവർ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട്. 2ഉം കൂടെ 370 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. 2 പ്ലാന്റ്സും കൂടെ DTDCയിൽ അയക്കുന്ന ചാർജ് അടക്കം ഈ ഒരു എമൗണ്ടാണ് വരുന്നത്. കായകൾ പിടിച്ച ഈ സൈസിനുള്ള തൈകളായിരിക്കും ഓരോന്നും. അതായത് റെഡും ഉണ്ടാവും, ഗ്രീനും ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് കളർ പ്ലാന്റ് ആണ്. ബിസ്ക്കറ്റ് റോസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതും 1-2 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അടിപൊളി വെറൈറ്റിയാണ്. നമുക്കിപ്പോൾ പുതിയ ലോഡ് എടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലവറിങ് ആയതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുഞ്ഞു ഫ്ലവറും ഒരു മജന്ത പിങ്കും വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. ചെറിയ പൂക്കളാണ് ഈ ഒരു റോസിന് വരുന്നത്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള നാടൻ ബഡ്ഡിങ്ങിൻ്റെ തൈകളാണ്. നിറയെ പൂക്കളുണ്ടാവും. മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് ഇതിൻ്റെ വരുന്നത്. പിങ്കും വൈറ്റും മജന്തയും ഷെയ്ഡ് വരുന്നൊരു റോസാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പിങ്ക് ക്രീപ്പറല്ലേ, ആ ക്രീപ്പറിൻ്റെ തന്നെ ഫ്ലവർ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ചെറുതായിട്ടൊന്ന് കൊഴിയാറായൊരു പൂവായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പൂക്കളാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു 5 തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ നമ്മുടെ റെഡ് ക്രീപ്പറും വൈറ്റ് ക്രീപ്പറും ഒക്കെ നമുക്ക് സെയിലിനുണ്ട്. പിന്നെ ഇനിയുള്ള ബാക്കിയുള്ള വെറൈറ്റീസെല്ലാം നമ്മൾ ഉടനെ തന്നെ പുതിയ ലോഡിൽ കൊണ്ടുവരുന്നതായിരിക്കും.
പിന്നെ ഉള്ളത് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റ്സും ഒക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ് കേട്ടോ. ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റും സെൻറ്റർ പോർഷനിലോട്ടൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജമന്തിയുടെ കോംബോ 380 ജമന്തിയുടെ കോംബോയും 590 5 ജെർബറ പ്ലാന്റിൻ്റെ കോംബോയും പിന്നെ 480 5 ജമന്തിയും ഒരു ജെർബറയുടെ ഒരു കോംബോയും നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് മാർഗോ കോസ്റ്ററിൻ്റെ ഒരു പിങ്ക് അല്ല, ഒരു റെഡ് ഷെയ്ഡ് മാർഗോ കോസ്റ്ററാണ്. മാർഗോ കോസ്റ്ററിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ സെയിലിടുന്നതെന്ന് വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ലോഡ് ഏകദേശം 1 വീക്സിനുള്ളിൽ തന്നെ എത്തും. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.